നമസ്കാരം കുട്ടികൾക്കും സുബർ സാറാണ്. നമ്മുടെ ക്യാപ്ഷനൊക്കെ എല്ലാ കുട്ടികളും വായിച്ചു കാണും. കഴിഞ്ഞ വർഷത്തെ കുട്ടികളുടെ അവസ്ഥ ഉണ്ടാവരുത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം +1 പഠിച്ചു, ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ ഞാൻ ഒന്ന് സീരിയസ് ആക്കാനും നിങ്ങളിപ്പോൾ ചെയ്യുന്ന പ്രവർത്തനം മീൻസ് പഠിത്തം നന്നായിട്ട് ഒന്ന് കൊണ്ടുപോകണമെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി കൂടെയാണ്. നിങ്ങളിപ്പോൾ ഇത് ഒന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു മാറ്റം ഉണ്ടാവും. കാരണം നിങ്ങളിപ്പോൾ പഠിക്കുന്ന +2 കുട്ടികളുടെ മാർക്കൊന്നും അറിയത്തില്ല, അവരുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. മീൻസ് അവരുടെ +1 മാർക്കിനെ കുറിച്ച് കൂടുതൽ ധാരണയില്ല. പക്ഷെ മാർക്കൊക്കെ കുറവായിരിക്കും എന്നുള്ളൊരു ചെറിയ ഒരു അറിവ് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല, കഴിഞ്ഞ വർഷങ്ങളുള്ള കുട്ടികളിലും അപേക്ഷിച്ച് ഇപ്പൊ +2 എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വളരെ മോശമായിട്ടുള്ളൊരു മാർക്കാണ് +1 കിട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് മാത്സ് അങ്ങനെയുള്ള സബ്ജക്ട്സുകൾക്ക് അവർക്ക് ഇംപ്രൂവ്മെന്റ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് നിങ്ങൾ +1 ഇപ്പൊ പഠിക്കുന്ന കുട്ടികളുടെ കൂടെയാണ് എഴുതാൻ പോകുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നേരത്തെയുള്ള വർഷങ്ങളിൽ +1 ഇംപ്രൂവ്മെന്റ് നേരത്തെ നടക്കുന്നതുകൊണ്ട് അതിന് മാത്രമായിട്ട് നല്ലൊരു പ്രിപ്പറേഷൻ നടത്തി നല്ല മാർക്ക് വാങ്ങുന്നുണ്ടായിരുന്നു. അപ്പൊ അവരുടെ മാർക്കും കൂടുന്നു, അതിനോടൊപ്പം തന്നെ അവരുടെ ആ ഡബിൾ പാസ് എന്ന് പറയുന്നതൊക്കെ ഒന്ന് അച്ചീവ് ചെയ്യുന്നുണ്ടായിരുന്നു, ഉറപ്പാക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പഠിക്കുന്ന +2 കുട്ടികളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ്മെന്റിന് ടൈമേ ഇല്ല അവർക്ക് പഠിക്കാൻ. ഇംപ്രൂവ്മെന്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നർത്ഥം. പക്ഷെ അവർക്ക് ഇത് അറിയാമായിരുന്നു. ആദ്യമായിട്ടായിരുന്നു അവരിപ്പം ഇങ്ങനെ ഒരു മാറ്റം വന്നുള്ള കുട്ടികളാണ് ഇപ്പൊ +2 പഠിക്കുന്നത്. അപ്പൊ അവർക്കറിയാം ലാസ്റ്റിലേ ഉള്ളൂ എക്സാം, പക്ഷെ എപ്പോഴാണ് സമയം കിട്ടും ഒന്നും അറിയാതാണ് വന്നത്. ലാസ്റ്റ് വന്നപ്പോൾ ഒട്ടുമേ സമയം കിട്ടാത്തൊരവസ്ഥയിൽ എത്തിപ്പെട്ടു. അപ്പൊ അവർക്ക് ഇനി ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള നടപടിയല്ല. +1 ഇമ്പ്രൂവ്മെന്റിന് മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. കാരണം ഇപ്പൊ +2 ഇത്രയും നാള് പഠിച്ചുകൊണ്ടിരുന്നിട്ട് +1 അങ്ങോട്ട് ഇത്തിരി സമയം കൊണ്ട് ഒരു വർഷത്തേത് പഠിച്ച് നല്ലൊരു മാർക്ക് കൂടുതൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു നടപ്പുള്ള സംഭവം അല്ലെന്നാണ് എന്റെ നിഗമനം. എന്തായാലും ആ അവസ്ഥ നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്ക് ഉണ്ടാവാതിരിക്കാൻ ഇപ്പോൾ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത്. കാരണം അടുത്ത വർഷം നിങ്ങൾക്ക് ഈ ഇമ്പ്രൂവ്മെന്റിൽ കൂടെ ഒന്ന് മാർക്ക് കൂടുതൽ കിട്ടാനുള്ള സാധ്യത നിങ്ങൾക്കും കുറവാണ്. പിന്നെ തോക്കുന്നവർക്കൊക്കെ ഒരു ചാൻസ് കൂടെ തന്ന് ജയിക്കുക, അങ്ങനെയുള്ള ഒരു പ്രയോജനം മാത്രമേ ഇനി വരുന്ന ഇമ്പ്രൂവ്മെന്റ് എക്സാമിനുള്ളൂ. അല്ലാതെ നല്ല പോലെ മാർക്ക് കുറഞ്ഞ ഒരാൾക്ക് A+എത്താം, അങ്ങനെ ഒരു ധാരണ നിങ്ങൾ വിട്ടേക്കണം. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ഇപ്പൊ ചെയ്തേക്കണം. എന്ന് പറഞ്ഞാൽ +1 ഏറ്റവും നന്നായിട്ട് പഠിക്കണം, ഏറ്റവും മാക്സിമം എഫർട്ട് ആയിരിക്കണം നിങ്ങൾ അതിന്റെ പിറകിലുണ്ടാവേണ്ടത്. നിങ്ങൾ ഓരോ സമയം ചെലവഴിക്കും തോറും നന്നായിട്ട് പഠിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ സെൽഫ് അസസ് ചെയ്യണം. ഞാൻ എത്രമാത്രം പഠിച്ചു, ഇനി എത്രത്തോളം പഠിക്കാനുണ്ട്, ഇനി ഇപ്പോഴേ കിടക്കണോ, ഇച്ചിരിയൊക്കെ ഒന്ന് കൂടുതൽ പഠിച്ചിട്ട് കിടന്നാൽ മതിയോ, ഇതെല്ലാം നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റണം. കാരണം നിങ്ങൾക്ക് പഠിക്കാനുള്ള ടാർഗറ്റ് അറിയാം, പഠിച്ച് തീർക്കേണ്ടത് എപ്പോഴാണെന്നറിയാം, പഠിക്കേണ്ടത് എപ്പോഴാണെന്നറിയാം ഓരോ സബ്ജക്റ്റും. കാരണം ഇപ്പൊ എക്സാമിന്റെ ഡേറ്റ് എല്ലാം കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾ ഓരോ എക്സാമിനും പഠിക്കേണ്ട സമയം. ഇപ്പൊ നിങ്ങൾ സയൻസ് കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പൊ പഠിക്കുന്നത് ഫിസിക്സും മാത്സും ആയിരിക്കും. കെമിസ്ട്രി തൊടാനുള്ള സാധ്യത കുറവാണ്. കാരണം പിന്നെ ബയോളജിയൊക്കെ ഉള്ളവരുണ്ട്, എന്നാലും കൂടുതൽ സാധ്യത ഫിസിക്സും മാത്സുമാണ്. കാരണം അവർക്കാണ് സമയം ഇപ്പൊ ഇത്തിരി കുറവ് പോലെ തോന്നിച്ചേക്കുന്നത്. കെമിസ്ട്രി എടുത്തു തുടങ്ങാനുള്ള സാധ്യത വന്നിട്ടേ ഇല്ല. ഇത്തിരി ആകുമ്പോഴേ കെമിസ്ട്രി എടുത്തു തുടങ്ങുന്നുള്ളൂ, പിന്നെ കെമിസ്ട്രി മാത്രമായിരിക്കും അല്ലേ. അപ്പൊ എന്തായാലും നിങ്ങൾ നന്നായിട്ട് പഠിച്ചോണം. നിങ്ങൾ എന്തെങ്കിലും ലേസി ആയിട്ട് മനസ്സിൽ നിങ്ങൾക്ക് നിങ്ങളെ പറ്റി തോന്നിയാൽ ഉറപ്പായിട്ട് അത് മാറ്റി മാക്സിമം നല്ലപോലെ പഠിച്ചെടുത്തോണം. ഇല്ലെങ്കിൽ അടുത്ത വർഷം നമ്മൾ ഈ കാണിക്കുന്ന ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ലേസിനെസ്സിന് നമ്മൾ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും, അതിൽ കൂടി പ്രയോജനം വളരെ കുറവുമായിരിക്കും. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ചെയ്താൽ അതിനോട് ഏകദേശം നല്ല രീതിയിലുള്ള മാർക്ക് കിട്ടും. നിങ്ങൾ +2 നന്നായിട്ട് പഠിക്കാം. +1 ഇമ്പ്രൂവ്മെന്റ് നടത്തേണ്ടി വരത്തില്ല, ഒത്തിരി ബെനിഫിറ്റ്സ് ആണ്. അപ്പൊ ഞാൻ അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ ഇപ്പോൾ ചെലവഴിക്കുന്ന ഓരോ മിനിറ്റുകളും ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യണം. നിങ്ങൾ ഓരോന്നും പഠിക്കുന്നത് തീർക്കുന്നു, എപ്പോഴത്തെ തീർക്കാൻ പറ്റും, ഏതൊക്കെ തീർക്കുന്നു, എക്സാമിന് വേണ്ടി എന്തുമാത്രം പഠിച്ചിട്ടുണ്ട്, എല്ലാം നിങ്ങൾ വിലയിരുത്തി അസസ് ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചോണം. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മാർക്ക് കുറഞ്ഞാൽ നമുക്ക് ഒന്നും പ്രത്യേകിച്ച് കൂടുതൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നിങ്ങൾ ഒന്നിനൊക്കെ പറയാണ് മാക്സിമം പഠിക്കുക, മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളൊക്കെ നോക്കി പഠിക്കുക. പുതിയ ക്വസ്റ്റ്യൻസുകൾ വന്നു അതുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റിയില്ല എന്നുള്ള ഒരു റീസൺ അല്ല. നിങ്ങൾ മാക്സിമം ടെക്സ്റ്റ് ബുക്കിലേത് പഠിച്ച് തീർത്തിട്ട് എക്സ്ട്രാ ക്വസ്റ്റ്യനുള്ള സമയം കണ്ടെത്തിയെങ്കിൽ മാത്രമേ നല്ലൊരു മാർഗിൽ എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം വന്നാണ്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ട്, നിങ്ങൾ കാണാറുണ്ടെന്ന് തോന്നുന്നു. മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മാക്സിമം
നിങ്ങളുടെ കുട്ടികളിലോട്ട് ഇതൊന്ന് കാണാനൊന്ന് പറയാൻ പറ്റുന്നെങ്കിൽ അതും ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവർക്കും എക്സാമിന് നന്നായിട്ട് പഠിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ. അത് കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ അടിപൊളിയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.